Listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹം വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം സമൂഹത്തിൻ്റെ മൂല്യച്യുതി എന്നുള്ളതാണ്. മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹം. ഈ മൂല്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ നഷ്ടം എത്രമാത്രം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകും. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യമാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിൽ നമുക്ക് വീണ്ടെടുപ്പാൻ സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ബ്രിൻസി മാത്യു, അസിസ്റ്റന്റ് പ്രൊഫസർ, ദേവമാത കോളേജ്, കുറവിലങ്ങാട്. ജിജു വർഗീസ്, motivational speaker, trainer and radio jockey. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നമ്മളാരും സന്തോഷമുള്ളവരല്ല എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങുന്നു എന്നുള്ള ഒരവബോധം നിങ്ങൾക്കുണ്ടോ? അതോ അങ്ങനെയൊന്നുമില്ല, ചാച്ച പറയുന്നൊന്നും ശരിയല്ല, ബന്ധങ്ങളൊന്നും അങ്ങനെ നഷ്ടപ്പെടുന്നില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയാണോ നിങ്ങൾക്ക്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമാണോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാട്ടെ. പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഒരു മനുഷ്യൻ സമൂഹജീവി എന്ന നിലയ്ക്ക് ബന്ധങ്ങളിൽ അടിയുറച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. അത് നഷ്ടമാവുമ്പോൾ അവന് ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ടുള്ള അവന്റെ കൺസിഡറേഷൻ മാറുകയാണ്. ഞാൻ എന്ന വ്യക്തിയിലേക്ക് ഒതുങ്ങുമ്പോൾ അവന്റെ യുക്തി മാറുന്നു, യുക്തി വിചാരങ്ങൾ, അവന്റെ അടിസ്ഥാനമായി അവൻ കൊണ്ടു നടക്കുന്ന അവൻ എന്ന ഒരു ക്യാരക്ടർ തന്നെ അവിടെ മാറുക. അപ്പോൾ ബന്ധങ്ങൾ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഞാനെന്നുള്ള വ്യക്തിയിലേക്ക് ഞാൻ ഒതുങ്ങി തുടങ്ങുന്നു, അതാണ് മുഖ്യ കാരണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്ന് വരിയിൽ ഇദ്ദേഹം പറയുന്നത് അനുസരിച്ച് നമ്മുടെ ഈഗോ ആണ് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്ന പ്രധാന ഒരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഈഗോ ആൻഡ് റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം അല്ലേ? ഇദ്ദേഹം പറഞ്ഞ വളരെ നന്നായി, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ജിജു സാറേ, എനിക്ക് ചോദിക്കാനുള്ളൊരു സംഗതി, ഈ ഈഗോ ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വാട്ട് യു മീൻ ബൈ ഈഗോ? അതൊന്ന് വ്യക്തമാക്കാവോ? ഷുവർ അച്ഛാ. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളൊരു വ്യക്തിത്വത്തെക്കുറിച്ച് ഡെഫിനേഷൻ കൊടുക്കുകയാണ്. അതാണ് ഈഗോ. സെൽഫ് എസ്റ്റീമിനെ ഡിഫൈൻ ചെയ്യുകയാണ്. അതാണ് ഈഗോ. സെൽഫ് സെൻറ്റേർഡ് ആക്ടിവിറ്റി ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ബന്ധങ്ങൾ അട്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുമ്പ് അച്ഛൻ സൂചിച്ച പോലെ തന്നെ ഈഗോ ആണ്. ഈ ഈഗോനെ ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നോ ആ രീതിയിൽ ആണ് നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതും ബന്ധങ്ങളിനെ ഒരു ക്രിയേറ്റീവ് ആൻഡ് എ പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റാൻ
വളരെയധികം സഹായിക്കുന്നത് നമ്മുടെ ഈഗോയാണ്. ഈഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ അഹം എന്നുള്ളതാണല്ലോ സാർ ഉദ്ദേശിച്ചത് അല്ലേ? അതെ അച്ഛാ. അതായത് ഞാൻ എന്നിലേക്ക് തന്നെ തിരിയുന്ന ഒരു അനുഭവം, എന്നെക്കുറിച്ച് മാത്രം താല്പര്യമുള്ള ഒരു അനുഭവം, എന്നെക്കുറിച്ച് മാത്രം ഒരു കൺസേൺ ഉള്ള ഒരു അനുഭവം, അതൊക്കെയാണല്ലോ ഈഗോ കൊണ്ട് സാർ മീൻ ചെയ്തത് അല്ലേ? ഈ ഈഗോ ടീച്ചറെ ബന്ധങ്ങളെ ബാധിക്കും എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് നോക്കാം. എന്നാൽ അതിനു മുമ്പായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ടീച്ചറിന് എന്നാ പറയാനുള്ളത്? ഇന്നത്തെ കാലം ഒന്ന് അസസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ടോ? അതോ? തീർച്ചയായും പഴയ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും കുടുംബപരമായ ബന്ധങ്ങളും എല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത നഷ്ടപ്പെടുന്നത് കൊണ്ട് ബന്ധങ്ങൾ പലപ്പോഴും തകരുകയാണ്. ഈ വിശ്വസ്തത തകരുന്നത് പലപ്പോഴും ഈ ഈഗോയുടെ ഫലമായിട്ട് എന്ന് വെച്ചാൽ പരസ്പര ഉത്തരവാദിത്വമില്ലാതെ വരുമ്പോൾ, ഞാൻ എന്നിലേക്ക് ഒതുങ്ങുമ്പോൾ മറ്റൊരാളോട് ഞാൻ എന്തിനാ വിശ്വസ്തനായിരിക്കുന്നേ എന്നുള്ളൊരു കാഴ്ചപ്പാടല്ലേ? അപ്പോൾ റിലേഷൻഷിപ്പ് ബാധിക്കുന്നു, അത് ഈഗോ ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഈ ഈഗോ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? നിങ്ങളുടെ ഒരു അസസ്മെന്റ് എന്നാ? എന്തുകൊണ്ടാണ് ഈ ഈഗോയൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് ഒന്ന് പറയാം. ഇന്ന് നമ്മോട് ശരിക്കും നമ്മുടെ സൊസൈറ്റി ആവശ്യപ്പെടുന്നത് ഒരു ഈഗോ തന്നെയാണ്. കാരണം ഒന്ന് ശ്രദ്ധിക്കുക, ഏതൊരു മത്സര പരീക്ഷയിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലും ആദ്യം എത്തുന്നവന് മാത്രമാണ് വില നൽകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മത്സരിക്കുകയാണ്, നമ്മുടെ കൂടെയുള്ളവനോട് നമ്മൾ മത്സരിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഈഗോയും അല്ലെങ്കിൽ ഞാൻ എന്നയാള് മുൻപിൽ നിൽക്കണം എന്നൊരു ബോധ്യവും നമ്മളിൽ. അതിനകത്ത് എന്താ തെറ്റ്? ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്നെ സെലക്ട് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കുന്നതിനകത്ത് വല്ല തെറ്റുമുണ്ടോ? അതിൽ തെറ്റില്ല. പക്ഷെ തെറ്റുണ്ടാവുന്നത് എൻ്റെ കൂടെയുള്ളവൻ അവിടെ സെലക്ട് ആവാൻ പാടില്ല എന്നത് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചിന്തയാണ്. ഞാൻ സെലക്ട് ആവണം എന്ന് ഞാൻ ചിന്തിക്കുന്നതോടൊപ്പം എന്നിലുണ്ടാകുന്ന മറ്റൊരു ചിന്തയാണ് എൻ്റെ കൂടെയുള്ളവൻ സെലക്ട് ആവാൻ പാടില്ല. അവൻ സെലക്ട് ആകാതിരുന്നെങ്കിൽ മാത്രമേ എന്നെ സെലക്ട് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. അതൊരു ഫാക്ട് അല്ലേ? രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നെയോ അല്ലെങ്കിൽ അവനെയോ ഒന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഞാനാണ്, എനിക്ക് വേണം, എൻ്റെ മനസ്സിൽ എനിക്കാണ് കൂടുതൽ പ്രാധാന്യം ഞാൻ നൽകുന്നത്. അത് പലപ്പോഴും ഞങ്ങളുടെ ബന്ധങ്ങളെ ബാധിക്കുമല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് അതൊരു നോർമൽ അല്ലേ? ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് ആ ജോലി കിട്ടണം, മറ്റവന് കിട്ടരുത് എന്നുള്ള ചിന്ത നോർമലായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയല്ലേ? അതിനകത്ത് തന്നെ ഇത്ര തെറ്റെന്നാ? തെറ്റല്ല, അത് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. ബന്ധങ്ങളെ ബാധിക്കുമല്ലോ എന്നുള്ളത് ഇദ്ദേഹം എന്താ പറയാൻ ശ്രമിക്കുകയാണ്? പറഞ്ഞാട്ടെ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വേണേൽ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇന്റർവ്യൂ. ഒരാൾ ഒറ്റയ്ക്ക് കയറി ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നു. അതിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ യഥാർത്ഥത്തിൽ വരുത്തേണ്ടത് സമൂഹത്തിൽ തന്നെ കുറച്ച് പരിഷ്കാരങ്ങൾ വരുത്തണം. കൂട്ടമായിട്ട് ചെയ്യേണ്ട കുറേ ജോലികൾ, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായി എനിക്ക് മാത്രമാണത് വേണ്ടത്. കുടുംബത്തിലേക്ക് തന്നെ ചിന്തിക്കുക. അച്ഛൻ, അമ്മ, 2 മക്കൾ, ഇതിനപ്പുറത്തേക്ക് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പം ചുരുങ്ങി വരികയാണ്. 2 മക്കളായി കഴിഞ്ഞാൽ അവർ വലുതായി കഴിയുമ്പം അവർക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ വീട് വെച്ച് കൊടുക്കുന്നു. ചില അച്ഛനമ്മമാർ ചെയ്യുന്നു, അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പം എല്ലാവരും അവനവനിലേക്ക് അവനുമായി അടുത്ത് നിൽക്കുന്ന ഒരാളിലേക്ക് മാത്രം ചുരുങ്ങി വരികയാണ്. ഈ പഴയ കാലത്ത് നിങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല ബന്ധങ്ങളായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അവനിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയും. ഇതിന് പ്രത്യേക കാരണങ്ങൾ വല്ലതും ഉണ്ടോ? അവനിലേക്ക് അതൊന്ന് പറഞ്ഞാട്ടെ. ഒരു നെൽമണി കിട്ടിയാലും അത് വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ, അച്ഛൻ ഇവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിലേക്ക് വന്നു കഴിയുമ്പം എനിക്കൊരു അനിയനുണ്ട്. ഞാനായാലും ഇവിടെ നിന്ന് ഒരു മിഠായി കിട്ടുമ്പോൾ അത് അവന് കൊടുക്കണം എന്നുള്ള ചിന്ത ഞാൻ വളർന്നു വരും തോറും എനിക്ക് ഇല്ലാതായി വരിക, നഷ്ടപ്പെടുകയാണ്. കാരണം സഹോദരൻ, സഹോദരി ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യമില്ലാതെ നശിച്ചു പോകുന്നു. അച്ഛൻ്റെ കൂടെ ഒരു മകളെ ഒറ്റയ്ക്കാക്കാൻ ഒരു അമ്മ പേടിക്കുന്ന കാലമാണ്. അമ്മയുടെ കൂടെ ഒരു മകൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിലായാലും പത്രങ്ങളിലായാലും കാണുന്ന നിരവധി വാർത്തകൾ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. പണ്ടൊക്കെ ഗുരുവിനെ കാണുമ്പം ഗുരു നെഞ്ചത്ത് ചവിട്ടിയാലും അത് പഞ്ചപുച്ഛമടക്കി കേൾക്കണം എന്ന് പറയുന്ന ആ ഒരു കാലത്തിൽ നിന്ന് തിരിച്ചു ചവിട്ടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. കാരണം ഒരു പരിധിവരെ നമ്മുടെ മാധ്യമങ്ങളും എല്ലാം, അതെന്ന് വെച്ചാൽ സിനിമയായാലും സന്ദേശം തരേണ്ട പല രീതിയിലും നമുക്ക് വേറെ സന്ദേശങ്ങൾ തരുന്നുണ്ട്. ഗുരുവിനെ മറ്റ് സന്ദേശങ്ങളൊക്കെ ലഭിക്കാൻ കാരണം മാധ്യമങ്ങള്, സിനിമ, അതുപോലെയുള്ള മീഡിയ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. ഇതിനു മുൻപ് ഈ മറ്റു സന്ദേശങ്ങൾ നമുക്ക് എവിടെ നിന്നാ കിട്ടി തുടങ്ങുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ?
മാധ്യമം വന്നേ പിന്നാണോ ഈ പുതിയ സന്ദേശം നമുക്ക് കിട്ടുന്നത്? സിനിമ വന്നേ പിന്നാണോ പുതിയ സന്ദേശം കിട്ടുന്നത്? ഈ പുതിയ സന്ദേശം എവിടുന്നാ നമുക്ക് കിട്ടി തുടങ്ങിയതെന്നൊന്ന് പറയാവോ? ഇദ്ദേഹം എന്താ പറയാൻ പറഞ്ഞാട്ടെ. ഇന്നത്തെ സമൂഹത്തിൽ നിന്നും അതോടൊപ്പം തന്നെ നാം ആരായി തീരണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഇന്നത്തെ സമൂഹമാണ്. ഇപ്പോ ഞാൻ ഈ ഡിഗ്രി പഠനം കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും വേദനയോടെ ഞാൻ ഫേസ് ചെയ്യേണ്ട ഒരു ചോദ്യമുണ്ട്. ജോലിയൊന്നും ആയില്ലേ? അത് എൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വേദന, അതെൻ്റെ ഒരു ഈഗോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അച്ഛനിപ്പോൾ ആദ്യം പറയുകയുണ്ടായി മൂല്യബോധം നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കുടുംബത്തിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചിനേക്കാളും കൂടുതൽ മാർക്ക് മേടിക്കണം, അതിനുവേണ്ടി അപ്പനും അമ്മയും ആ കൊച്ചിനെ അതിന് സാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇതിന്റെ തുടക്കം എവിടാ കുറിക്കുന്നത്? സമൂഹത്തിലാണോ വീട്ടിലാണോ? വീടുകളിൽ നിന്ന് വരുന്ന ചിന്താരീതിയും എല്ലാം കൂടെ പ്രതിഫലിച്ചു വരുന്ന സമൂഹവും പിന്നെ സമൂഹത്തിലോട്ട് പോകുന്നേ. വീടുകളിൽ നിന്ന് സമൂഹത്തിലോട്ട് പോകുന്നു. അതെ. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നാം എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പലരും ചേർന്നാണ്. അപ്പോ ആ എങ്ങനെ ആയിരിക്കണമെന്ന് ആദ്യം നമ്മൾ കേൾക്കുന്നത് എവിടെ നിന്നാ? വീട്ടിൽ നിന്ന് തന്നെ. വീട്ടിൽ നിന്ന്. ഇദ്ദേഹം എന്താ പറയാൻ ശ്രമിക്കാണല്ലോ, പറഞ്ഞാട്ടെ. ഈഗോയ്ക്ക് നമുക്കൊരു പരിധി നിശ്ചയിക്കത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഈഗോ ഉണ്ട്. അതായത് എനിക്ക് ജോലി കിട്ടണം, മറ്റുള്ളവന് കിട്ടരുത് എന്നുള്ള അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് എനിക്ക് ജോലി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അങ്ങനെ പറയുമ്പോൾ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഈഗോ തന്നെയല്ലേ? എനിക്ക് ജോലി വേണം എന്നുള്ളത് തന്നെ അതൊരാവശ്യമാണ് തീർച്ചയായിട്ടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഈഗോയ്ക്ക് ഒരു പരിധി കൂടിയാലോ? അപ്പോഴല്ലേ ശരിക്കും കുഴപ്പമുണ്ടാകുന്നത്. അതായത് എൻ്റെ ഇന്റർവ്യൂവിന് കൂടെ വന്നിരിക്കുന്ന, എന്നോടൊപ്പം മത്സരിക്കാൻ ഇന്റർവ്യൂവിൽ കൂടെ നിൽക്കുന്ന ആളെ മത്സരിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ എന്നൊരു ഈഗോയിലോട്ട് വരുമ്പോഴല്ലേ ശരിക്കും ഈഗോ. അപ്പോഴാണല്ലോ ഇത് പ്രശ്നമായി മാറുന്നതെന്ന് അദ്ദേഹം പറയും. അവിടെ ആരോ എന്തോ പറയാൻ ശ്രമിക്കാം. പറഞ്ഞാട്ടെ. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് പറയാൻ പറ്റുമോ? ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നാണ് ആദ്യമേ ചിന്ത ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പം ആ ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിരിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അവനവനാണ്. അവൻ എങ്ങനെയായിരിക്കും, അവൻ എന്നെക്കാഞ്ഞ് നല്ല കുട്ടിയാണോ, അവൻ എന്നെക്കാഞ്ഞ് നന്നിട്ട് പഠിക്കുമോ, അതൊക്കെ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകളാണ്. അതിൽ മറ്റുള്ള മാധ്യമങ്ങൾ അതിന് പങ്കുവഹിക്കുന്നു, പങ്കുവഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിന്റെ വേര് മൊട്ടിടുന്നത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ നിന്നാണ്, നമ്മുടെ ചിന്തകൾ. നമ്മുടെ ഈ മനസ്സ് രൂപപ്പെടുന്നത് ആദ്യം എവിടെ നിന്നാ? അതിന് കുറെ പങ്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്വഭാവങ്ങൾ, സാഹചര്യങ്ങൾ, അതൊക്കെ നമ്മളെ. അപ്പൊ അത് കുടുംബത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നത് അല്ലേ? എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണമെന്നുള്ള ആദ്യ ചിന്തകള് എൻ്റെ മാതാപിതാക്കളിൽ നിന്നല്ലയോ എനിക്ക് കിട്ടുന്നേ? മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മളേതായി തീരുന്നത് എപ്പോഴാ? അല്ല, ഇപ്പൊ ദുശീലങ്ങളുള്ള മാതാപിതാക്കൾക്ക് നല്ല മക്കളുണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റും. അതിപ്പോ ഇദ്ദേഹം പറഞ്ഞ നല്ലൊരു കാര്യമാണ്. അതായത് മോശമായ മാതാപിതാക്കളിൽ നിന്ന് അവരാൽ വളർത്തപ്പെടുന്നവർക്ക് നല്ല മൂല്യങ്ങളുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതൊരു മറ്റു വിഷയം. അതിന് കാരണം എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി. യെസ്, പറഞ്ഞാട്ടെ. അല്ല, സുഹൃത്തിപ്പോൾ പറഞ്ഞല്ലോ കുടുംബങ്ങളിൽ നിന്നല്ല ഒരു പരിധിവരെ നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ. പക്ഷേ ഞാൻ പറയാം, ഒരു കുട്ടി അവൻ ജനിക്കുമ്പോൾ തൊട്ട് അവൻ കള്ളനോ കൊലപാതകമായി ജനിക്കുന്നില്ല നമ്മളെല്ലാവരും പറയുന്ന, അവനെ അത് ആക്കുന്നത്, വളർത്തി വലുതാക്കുന്നത് അവൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു സാഹചര്യം മാത്രമാണ്. അച്ഛൻ അമ്മയോട് എങ്ങനെ സംസാരിക്കുന്നു എന്ന് കണ്ടായിരിക്കും ഒരു ആൺകുട്ടി അവൻ്റെ കൂടെ പഠിക്കുന്ന മറ്റ് സഹപാഠികളായ പെൺകുട്ടികളോട് പെരുമാറുക. അവൻ മോശമായി പെരുമാറുന്നുണ്ട് എങ്കിൽ അവൻ അവൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ചത് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. അവൻ്റെ അച്ഛൻ അമ്മയോട് പെരുമാറുന്നതും അച്ഛൻ്റെ സഹോദരിയോട് പെരുമാറുന്നതും നല്ല രീതിയിലാണ് എങ്കിൽ അവൻ ഉറപ്പായിട്ടും അവൻ്റെ ബന്ധങ്ങളുടെ ആരംഭം കുറിക്കുന്നത് കുടുംബത്തിലാണെന്നാണ് ഇദ്ദേഹം ഊന്നി പറയുന്നത്. അത് തന്നെയാണ്. പിന്നീടാണ് നമ്മൾ ഓരോ പിന്നെ ആ സാഹചര്യത്തിൽ വന്നു പെടുമ്പം അങ്ങനെ അല്ലാത്ത മറ്റൊരാളെ ഒരിക്കലും ആ കൂടെ ചേരുകയല്ല, അവരെ നന്നാക്കാനേ ശ്രമിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പം സൈക്കോളജിക്കലൊക്കെ വല്ല ഡോക്ടർമാരും പറഞ്ഞേക്കല്ലോ, മനസ്സിന് ബലക്കുറവുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ സ്വഭാവത്തിലേക്ക് പറയുന്നത്
കുടുംബത്തിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ബന്ധങ്ങൾ എന്താകുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താകുന്നു എന്നുള്ളത് കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത്. ഇദ്ദേഹം എന്തോ പറയാൻ പറഞ്ഞു. എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞല്ലോ, ബന്ധങ്ങൾ ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്. എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അവരോട് പറഞ്ഞു കൊടുത്ത മൂല്യങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളും ഒന്നുമല്ല അവരെന്നോട് പറയുന്നത്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലായിട്ട് അവ മാറിയപ്പോൾ തന്നെ അതിനിടയിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾക്ക് കാരണമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത്തരം കാരണങ്ങൾ ഇത്തരം മാറ്റങ്ങൾക്ക് കാരണമല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അതെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കുടുംബത്തിൽ നിന്നാണെന്ന് വരികിൽ തന്നെയും കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് കുടുംബങ്ങളുടെ രീതികളിലെ ഇടപാടുകളിൽ ബന്ധങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്ന് വരികിൽ ഇന്നത്തെ കാലത്തെ ബന്ധം നഷ്ടപ്പെടാൻ ഒരു കാരണം ജിജു സാറേ ഈ കുടുംബത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിൽ വരുന്ന പ്രധാന മാറ്റം എന്താകുന്നു എന്നുള്ളത് സാറിന്റെ അഭിപ്രായത്തിലൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ ആ ഒരു വ്യൂപ്പിൽ ഞാൻ വളരെയധികം ചേരുന്നു. ഈ അടിസ്ഥാനം അല്ലെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് വെച്ചാൽ എന്താണ്? ഈ അടി തെറ്റുമ്പോൾ വീഴുവാന്നോ അതോ അടിസ്ഥാനം തെറ്റുമ്പോൾ വീഴുവാന്നോ? അടിസ്ഥാനം തെറ്റുമ്പോഴാണ് വീഴുന്നത്. ഈ അടിസ്ഥാനം കുറിച്ചു വെക്കുന്നത് കുടുംബം തന്നെയാണ് അച്ഛാ. കാരണം ഈ കുടുംബത്തിൽ ഇന്ന് വന്ന കാലഘട്ടത്തിൽ ലാക്ക് ഓഫ് ടൈം ആകാം, അല്ലെ മറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി വളരെയധികം വളർന്നതിൻ്റെ കാരണമായിരിക്കാം ഈ ഒരു ബന്ധങ്ങളിൽ തന്നെ ഒരു മുറുക്കമില്ലാതെ വന്നു പോകുന്നതും. അതായത് ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് കുടുംബങ്ങളിലെ ബന്ധങ്ങളിലും മാറ്റം ഉണ്ടാക്കുന്ന സാർ പറയുന്നത്. പിന്നെ അതല്ലാതെ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെന്റ് ആണ് ലാക്ക് ഓഫ് ടൈം. ഇപ്പം മാതാപിതാക്കൾ രണ്ടുപേരും ഈ ഒരു ജോലിക്ക് പോകുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെ പല ഡിഫറെന്റ് വർക്ക്സിൽ ഇൻവോൾവ് ആണ്. ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സമയത്തിന്റെ കുറവ് അത് വളരെയധികം ബാധിക്കുന്നുണ്ട് ബന്ധങ്ങളെ തന്നെ മുറുക്കി കെട്ടിപ്പിടിക്കുവാനും. അവരവരുടെ ജോലി കഴിഞ്ഞേച്ച് തിരിച്ചു മടങ്ങി വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യുന്ന വാല്യൂസ് വളരെ വ്യത്യാസമായിട്ടുണ്ട്. ഞാൻ ആ കുട്ടിയോട് വളരെയധികം എൻ്റെ അഭിപ്രായം ചേരുന്നുണ്ട്. കാലഘട്ടം മാറും തോറും വാല്യൂസും മൂല്യങ്ങളും റിലേഷൻഷിപ്സും മാറിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ആ ഒരു അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ടുണ്ടായിരുന്ന മൂല്യങ്ങളല്ല ഇന്ന് മൂല്യങ്ങൾ എന്നാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞത്. സംഗതി കാലം മാറുന്നതിന്റെ കാരണം അങ്ങനെയാണെന്ന് വരില്ല. ടീച്ചറെ, ഈ കുടുംബത്തിൽ ഇന്ന് മാറ്റപ്പെട്ട മൂല്യങ്ങൾ അല്ലെ നഷ്ടമായി എന്ന് നമ്മൾ പറയുന്ന മൂല്യങ്ങൾ ബന്ധങ്ങളെ ബാധിച്ചിരിക്കുന്ന അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഘടകം? ഇപ്പൊ 2 ഘടകം ഇവിടെ എടുത്ത് പറഞ്ഞു, പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും ഘടകങ്ങൾ? എനിക്ക് തോന്നുന്നു ഇന്ന് കുടുംബങ്ങളിൽ നഷ്ടമാകുന്നു, അതുപോലെ തന്നെ സമൂഹത്തിൽ നഷ്ടമാകുന്ന ഒന്ന് ഷെയറിംഗ് ആണ്, പങ്കുവെക്കാനുള്ളൊരു മനോഭാവം. മിക്കവാറും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു വീട്ടിൽ 1-2 കുട്ടികൾ അത് എല്ലാം സ്വന്തമാക്കുക, ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ ഇവിടെ സെൽഫിയുടെ കാലമാണെന്ന് പറയാറുണ്ട്. സെൽഫിയുടെ പ്രത്യേകത എന്താണ്? ഞാനും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് നഷ്ടമാകുന്നു. പഴയ കുടുംബങ്ങൾ കൂടുതൽ മക്കൾ ഉണ്ടായിരുന്നത് കൊണ്ടാവാം അവിടെ എന്തുണ്ടെങ്കിലും അത്രയും 7-8 ഒക്കെ ആയിട്ട് വീതം വെച്ചിരുന്നു. ഇവിടെ ഈ ഉള്ളതിനെ കൂട്ടിവെക്കുക, അതിനുവേണ്ടി കൂടുതൽ സ്വരുക്കൂട്ടിയെടുക്കുക. ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് മൂല്യങ്ങളെക്കാൾ ഏറെ ഈ പറഞ്ഞതുപോലെ സ്ഥാനങ്ങൾക്കോ പ്രതാപങ്ങൾക്കോ സ്വത്തിനോ ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളും അതിൻ്റെ ഒരു ദൃഢതയും അതിൻ്റെ ഒരു ഊഷ്മളതയും ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കത് സമൂഹത്തിലും അതേപോലെ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ പോകുന്നു. അവരുടെ വ്യക്തിബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും തൊഴിലുടമ ബന്ധങ്ങളിലും എല്ലാം ഈ ഒരു ആത്മാർത്ഥത കുറവ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കുടുംബങ്ങളിലെ ബന്ധങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ 3-4 ഇവിടെ എടുത്തു കാണിച്ചു. നമുക്ക് കുടുംബങ്ങളിൽ പണ്ടുണ്ടായിരുന്ന മൂല്യങ്ങളല്ല ഇപ്പോഴുള്ളത്. മെറ്റീരിയലിസം വർദ്ധിച്ചു. അപ്പോൾ എങ്ങനെയും കുറേ പണം ഉണ്ടാക്കണം, കുറേ വളരണം എന്നുള്ള ചിന്ത മാതാപിതാക്കളിൽ വളർന്നു കഴിയുമ്പോൾ അവരുടെ ചില മൂല്യങ്ങളെങ്കിലും അവിടെ നഷ്ടപ്പെടും. കുഞ്ഞുങ്ങളുമായിട്ട് ചേർന്ന് ഇടപഴകുവാനും അവർക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കുവാനും സാധിക്കാതെ കണ്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഫെലോഷിപ്പ്, അതിലൂടെയുള്ള ബന്ധം അവിടെ നഷ്ടമായി വരും. ടീച്ചർ പറഞ്ഞതുപോലെ ഭവനങ്ങളിൽ ഇന്ന് ഷെയറിങ് ഇല്ല. ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 പേർക്കും ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടേത് എന്ന് കരുതി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. അവിടെ ഷെയറിങ്ങിന് എവിടെയാ സ്ഥാനം? ഇതൊക്കെ
കുടുംബത്തിൻ്റെ ആ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. അതോടൊപ്പം കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട ബന്ധങ്ങളുടെ ബാലപാഠങ്ങൾ തന്നെ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറിപ്പോയി. അവിടെയാണ് ഈ ബന്ധങ്ങളുടെ പാളിച്ച ആരംഭിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെയാണെന്ന് വരികിൽ ഈ കുടുംബത്തിൽ നിന്ന് ഈ ബന്ധങ്ങളുടെ പാളിച്ച ആരംഭിക്കുന്നു. സമൂഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ വഷളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന സംഗതികളൊക്കെ ഇന്ന് സമൂഹത്തിൽ നിങ്ങൾ കാണുന്ന ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. യെസ്, പറഞ്ഞാട്ടെ. ആദ്യമായി തന്നെ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ പണ്ടത്തെ കാലത്ത് മാതാപിതാക്കളോട് കൂടി കുട്ടികളിരുന്ന് വർത്താനം പറയുന്ന ഒരു സംഭവം നടന്നിരുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ ഫോണും ഫേസ്ബുക്കും വാട്സപ്പിലേക്കായിട്ട് മാറുകയാണ്. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ നടന്ന പല കാര്യങ്ങളും മാതാപിതാക്കളോട് ആദ്യം ബെസ്റ്റ് ഫ്രണ്ട്സ് മാതാപിതാക്കളായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ബെസ്റ്റ് ഫ്രണ്ട്സും ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു കുടുംബത്തിൽ ഒരു വിള്ളൽ, മാതാപിതാക്കളോട് തമ്മിലൊരു വിള്ളൽ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു വാക്ക്, ഒരു ഹലോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ആൾക്കാരുടെ പിറകെ കുട്ടികൾ പോകുന്നൊരവസ്ഥ മാറി വരുന്നതാണ് കുടുംബത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഈ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് കൂടെ ഇരുന്ന് അല്പസമയം ഒന്ന് വർത്തമാനം പറയണം, അവരോട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ ഞങ്ങളുടെ മിക്കവാറും ഭവനങ്ങളിലെ മാതാപിതാക്കൾ അവർ ഈ മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന വർത്തമാനം പറയുന്നത്, അല്ലെ ടി വിയുടെ മുൻപിലിരുന്ന വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ഷെയറിങ് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതായുള്ളൊരു മേഖലയാണ്. യെസ്, പറഞ്ഞാട്ടെ. ഇപ്പോൾ മുകളിലത്തെ നിലയിരിക്കുന്ന മോനെയോ മോളെയോ ഒന്ന് ചോറുണ്ണാനായിട്ട് താഴേക്ക് വിളിക്കണമെങ്കിൽ ഫോൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് പല വീടുകളിലും ഉള്ളത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഫോണിന്റെ ബാറ്ററി തീർന്നു പോയാൽ മുകളിലിരിക്കുന്ന മോൻ അവിടെ ഇരിക്കും, താഴെ ഇരിക്കുന്ന അപ്പൻ ഇവിടെ ഇരിക്കും, വിളിക്കാനൊക്കത്തില്ലല്ലോ. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എൻ്റെ വീട്ടിൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ മറ്റൊരിടത്തേക്ക് ഒരിക്കലും അത് തേടി പോവുകയില്ല. അപ്പൊ അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഇന്ന് വീടുകളിലില്ല എന്നൊരവസ്ഥയുണ്ട്. എനിക്ക് എല്ലാ അച്ഛനമ്മമാരും പറയുന്നതാണ്, ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ കിട്ടായിരുന്ന എല്ലാ സുഖവും സൗകര്യവും നിനക്കിന്നില്ലേ, പിന്നെ ഇപ്പോൾ എന്തിന്റെ കുറവാണ്. പക്ഷെ അന്ന് അവർക്ക് കിട്ടിയിരുന്ന സ്നേഹവും കരുതലും എല്ലാം ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുണ്ടോ എന്നുകൂടി അവർ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഇന്ന് ചോദിക്കുന്നത്, നിനക്ക് എന്തിൻ്റെ കുറവാടാ ഇന്ന്? ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത സുഖങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഞങ്ങൾക്കില്ലാത്തതായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നിങ്ങൾക്കില്ലേ? നിനക്ക് എന്തിൻ്റെ കുറവായിപ്പം? നീ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും അല്ല വേണ്ടത്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹവും അവരുടെ കരുതലും അവരുടേതായുള്ളൊരു സപ്പോർട്ടും ഒക്കെയാണ് വേണ്ടത്. ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വോൺസ്, മറ്റൊന്ന് നമ്മുടെ നീഡ്സ്. വോൺസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. നമുക്ക് ഒരു ബാഗ് വേണം, ഒരു മൊബൈൽ വേണം, അല്ലെന്ന് ഒരു പെയർ ഷൂസ് വേണം. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ വോൺസ് ആണ്. ഈ വോൺസ് എല്ലാം പേരൻസ് തരും. അത് വാങ്ങിച്ചു തന്നേച്ചാ ചോദിക്കുന്നത്, നിനക്ക് എന്തിൻ്റെ കുറവാടാ നീ ചോദിക്കുന്നത്? എന്നാൽ ഞങ്ങൾക്ക് ചില നീഡ്സ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞേ. ആ നീഡെന്ന് പറയുന്നത് എന്തുവാ? നീഡ് ഫോർ ലവ്, നീഡ് ഫോർ കെയർ, നീഡ് ഫോർ പ്രൊട്ടക്ഷൻ, നീഡ് ഫോർ സെക്യൂരിറ്റി, നീഡ് ഫോർ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഈ മൊബൈലും ഈ ഷൂസും തോപ്പിയും ഒന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ഞങ്ങൾക്ക് ഒരു സന്തോഷത്തോടു കൂടി ഇരുന്ന് വർത്തമാനം പറയണം, സ്നേഹത്തോടൊന്ന് ഇടപെടണം. ഞാൻ വിഷമിച്ച് വരുമ്പോൾ എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് പേരൻസ് തരണം. കുടുംബത്തിൽ കിട്ടാത്തത് നമുക്ക് തിരിച്ച് ഒരു സ്ഥലത്തും കൊണ്ട് കൊടുക്കുവാനും ഒക്കത്തില്ല, വേറെ ഒരു സ്ഥലത്തു നിന്നും നമുക്ക് നേടുവാനും ഒക്കത്തില്ല. ആരൊക്കെ തെറ്റ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ശരി കാണിച്ചു കൊടുത്ത് ഒരു ശരിയായ വഴി നമ്മൾ തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതാണ്. ആ ബന്ധങ്ങളിൽ നിന്ന് ഒരു ചൂഷണ മനോഭാവത്തിൽ എന്തെങ്കിലും സ്വയം വളരാൻ അതിൽ തന്നെ ഒരാൾ ശ്രമിക്കുമ്പോഴാണ്
മറ്റൊരാളൊരു കറക്ഷൻ തരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു. കുറ്റങ്ങൾ എടുത്തു കാണിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയല്ല. അത് എടുത്തു കാണിക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകും. നീ ചെയ്തത് തെറ്റാണ്, നിന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ ജന്മം തന്നെ പാഴാണ് എന്ന് ചിലർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.